മാർ തിയോഫിലോസ് ട്രെയിനിങ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമാണ്. എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമാകുന്നത്? രക്തദാനം, മഹാദാനം. ഒരിക്കൽ കൂടെ ഒരു ശക്തമായിട്ടെന്ന് പറഞ്ഞ്, രക്തദാനം. എല്ലാവർക്കും ഒരു അടിപൊളി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മണിക്കൂർ സെഷൻ ആസ്വദിക്കാൻ പറ്റുന്നത്. ബ്ലഡ് ഡൊണേഷന്റെ ഒരു അവയർനെസ് ക്ലാസ് ആണ്. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സമയം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നിമിഷം എത്ര മനുഷ്യന്മാർ ഈ നിമിഷം നമ്മുടെ റോഡിൽ അപകടങ്ങളിൽ പെട്ട് രക്തത്തിൽ വാർന്നൊലിച്ച് കിടക്കുന്നതെന്ന്. എത്ര മനുഷ്യന്മാർ ആശുപത്രിയിൽ മരണക്കിടക്കയിൽ മരണത്തോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു യൂണിറ്റ് രക്തം കിട്ടാതെ നമുക്ക് സംഭവിക്കും. നാളെ നമ്മൾ സ്കൂളിൽ വിട്ട് പോകുന്ന വഴിക്ക് ആരെങ്കിലും അറിയാതെ വന്ന് ഇടിച്ച് വീണ് കഴിഞ്ഞാൽ നമുക്കും എന്തിന്റെ ആവശ്യം വരും? രക്തത്തിന്റെ ആവശ്യം വരും. അപ്പോൾ അതിൽ വെറും 350 ml രക്തം മാത്രമേ എടുക്കുന്നുള്ളൂ. ആ 350 ml രക്തം കൊണ്ട് 3 മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. മക്കളെ, 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തിലെ 350 ml രക്തം കൊടുത്തുകൊണ്ട് 3 പേരുടെ മരിച്ചുകൊണ്ടിരിക്കുന്ന 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ പോവുകയാണ്. ജീവൻ രക്ഷിക്കുന്നത് ആരാണ്? ദൈവമാണ്. അപ്പൊ നമ്മൾ ആരാവാൻ പോവുകയാണ്? നമ്മൾ ദൈവമാകാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും രക്തദാനം ചെയ്യാൻ റെഡിയാണോ? ഞാൻ 4 വർഷം കഴിയുമ്പോൾ എന്റെ ശരീരത്തിലെ രക്തം എന്റെ കൂടെ ഉള്ളവന്, എന്റെ കൂടെ മരിച്ചുകൊണ്ടിരിക്കുന്നതിന് കൊടുക്കാൻ റെഡി ആയിട്ടുള്ള കൈവയ്ക്കുക. എന്തുകൊണ്ട്? 18 വയസ്സായില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനോട് പറയാം, രക്തദാനം ചെയ്യൂ. ഒരു തവണ എന്റെ അച്ഛൻ രക്തദാനം ചെയ്യുമ്പോൾ അച്ഛൻ 3 പേരുടെ ജീവനെ രക്ഷിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും നിങ്ങളുടെ സ്ഥലത്ത് താമസിക്കുന്ന അയൽ വീട്ടുകാരോടും പറയാം, നിങ്ങൾ രക്തദാനം ചെയ്യൂ. നിങ്ങൾ പറയോ? ഇന്ന് തന്നെ പറയോ? അപ്പൊ എല്ലാവരും വീട്ടിൽ പോയി ചോദിക്കണം. വീട്ടിൽ പോയി എന്ത് ചോദിക്കണം? അച്ഛാ, ഇതുവരെ രക്തദാനം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് 4 വർഷം സമയമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ എത്ര പേരുടെ ജീവൻ രക്ഷിക്കപ്പെടും? നിങ്ങൾക്ക് ദൈവങ്ങളായിട്ട് നിങ്ങൾ കൂടെ ഉള്ളവരുടെ ജീവൻ രക്ഷിക്കണ്ടേ? നമ്മളെ ഭൂമിയിൽ ജനിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒന്നും കൈകൾ ചേർത്ത് പിടിച്ച് കൈകൾ മുറുക്കി പിടിച്ച് പറ്റുന്ന അത്ര മാക്സിമം കൊടുക്കും. എടാ കണ്ണടച്ചു. നാളെ ഈ അടുത്ത് നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരൻ റോഡിൽ ആക്സിഡന്റ് പറ്റി രക്തം മുലങ്ങി കിടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവൻ ഈ രക്തത്തിന് വേണ്ടി ഇറങ്ങുമോ? റെഡിയാണോ? പ്രിയപ്പെട്ട, ഈ ലോകത്ത് മനുഷ്യന് ഏറ്റവും കിട്ടാൻ പാടും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന കൂടുതലാണ്. നിങ്ങൾക്ക് കൂട്ടുകാരല്ലേ? നാളെ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ അടുത്ത കൂട്ടുകാരി രക്തം കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുക. നാളെ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ അടുത്ത കൂട്ടുകാരൻ 1 യൂണിറ്റ് രക്തം കിട്ടാതെ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോ നാം ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം, അവന് വേണ്ടി ആരുണ്ട്? ഞാനുണ്ട്.